ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 171 തുടങ്ങി 175 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പേജിൽ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് അല്ലെ അള്ളാഹുവോടെ പറഞ്ഞിരിക്കുന്നത്. അവസാനം അള്ളാഹു മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ റസൂല് യഥാർത്ഥവും കൊണ്ട് സത്യവും കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നും വന്നതാണ്. നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുവിൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി ആരെങ്കിലും അവിശ്വസിച്ച അള്ളാഹ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല അല്ലെ. ആകാശഭൂമികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം നിർത്തിയത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീനെയോ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ അനുയായികൾ, അവരുടെ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലാണ് അവർക്ക് ബലമുള്ളൂ. ആ ആളുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പവറും നഷ്ടപ്പെടും അല്ലെ. അള്ളാഹുവിന് പക്ഷെ അങ്ങനെയാണോ? അള്ളാഹുവിനോട് ആരാധന നടത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കാ ഗുണം? നമുക്ക് തന്നെയാണ്. ആരെങ്കിലും അവിശ്വസിച്ച് മാറി നിന്നാൽ അതിന്റെ നഷ്ടം ആ മാറി നിൽക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തിനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്സത്തിനോ ഒന്നും യാതൊരു കോട്ടവും വരൂല. അതാണ് അള്ളാഹു നമുക്ക് ലാസ്റ്റ് പറഞ്ഞു തന്നെ അല്ലെ. അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത് വേദക്കാരെ വിളിച്ചുകൊണ്ടാണ്. വേദക്കാരെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ അതിര് കവിയരുത് എന്നാണ് പറഞ്ഞത്. ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത് എന്നാണ് അവർ ഉപദേശിക്കുന്നത് അള്ളാഹു. അപ്പൊ ഈ വേദക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ്? ക്രിസ്ത്യാനികളും യഹൂദികളുമാണ് അല്ലെ. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ യഹൂദികളോടുള്ള അള്ളാഹുവിന്റെ സംസാരം നമ്മൾ കേട്ടു. നിങ്ങൾ എന്താ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ ക്രൂശിച്ചു എന്നാണ് അവർ പറയണത്. മസീഹിനെ, മറിയമിന്റെ പുത്രനായ മസീഹിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്നാണ് അവരുടെ വാദം. അപ്പൊ അതിനെതിരെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കൊന്നിട്ടില്ല, ഒന്നും ക്രൂശിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവാണ്ട് പോയതാന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടെ വേദക്കാരെ എന്ന് വിളിച്ചു പറയണത് ഇവർ രണ്ടുപേരോടും തന്നെയാണ്. നിങ്ങൾ മതത്തിൽ അതിര് കവിയരുത് എന്ന് പറഞ്ഞു. അപ്പൊ അതിര് കവിയാന്ന് വെച്ചാൽ എന്താ ഉണ്ടായത്? യഹൂദികള് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി അല്ലെ. അങ്ങനെ അവര് അതിക്രമം പ്രവർത്തിക്കുക ചെയ്തത്. ഇനി ക്രിസ്ത്യാനികളാണെങ്കിൽ അവരെങ്ങനെയാണ് അതിര് കവിഞ്ഞത്? അവര് സ്നേഹിച്ചുകൊണ്ട് അതിര് കവിഞ്ഞു അല്ലെ. ദൈവവും ദൈവപുത്രനൊക്കെ ആയിട്ട് അവര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മാറ്റാണ് ചെയ്തത്. ആയത്ത് നമുക്കൊന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق. إنما المسيح عيسى ابن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا. യാ അഹ്ലുൽ കിതാബ്, ഹേ വേദക്കാരെ, ലാ തഗ്ലു, നിങ്ങൾ അതിര് കവിയരുത്. ഖല എന്നാണ് വാക്ക്, ഖല യഗ്ലു, അതിര് കവിയരുത്. ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ. വല തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത് അല്ലെ. ഖാല യഖൂലു തഖൂലു, നിങ്ങൾ പറയരുത്. അലല്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേൽ. ഇല്ലൽ ഹഖ്, ഹക്കല്ലാത്തത്, അതായത് സത്യമല്ലാത്തത് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയരുത്. ഇനി ആരാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ മസീഹ് മാത്രമാകുന്നു. ഇന്നമാന്ന് വെച്ചാൽ മാത്രം എന്നർത്ഥം. മാത്രമാകുന്നു. ആരാണ്? റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ മാത്രമാകുന്നു. വകലിമത്തുഹു, അവന്റെ ഒരു വാക്കുമാകുന്നു. ആ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് മറിയം അലൈഹി ഇസ്ലാമിന്റെ എന്താണ്, ഉദരത്തിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തൊരു വാക്കാണ് അല്ലെ. ഉണ്ടാകൂ എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. അൽഖാഹ, അവൻ ഇട്ടുകൊടുത്തു.
അതിനെ, ആ വാക്കിനെ, ഇലാ മറിയമ, ആ മറിയമിലേക്ക്, വറൂഹം മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആത്മാവുമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആരാണ് ഈസാ നബി അലൈഹി സ്വലാം? ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂല് മാത്രമാകുന്നു. പിന്നെന്താ, അള്ളാഹുവിന്റെ ഒരു വാക്കാണ്. ആ വാക്കിനെ അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്തു. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആത്മാവുമാകുന്നു എന്നാണ് പറഞ്ഞത്. അതിനപ്പുറം ഇനി ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും അത് അതിര് കവിച്ചലാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് ഖുർആനിൽ പറയുമ്പോഴൊക്കെ ഈസബിനു മറിയം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, അല്ലെ? മറിയമിന്റെ പുത്രനായ ഈസ. അങ്ങനെ പറയാൻ കാരണം എന്താണ്? പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രം ജനിച്ച ആളാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു സൂചന. പിന്നെ അള്ളാഹു പറഞ്ഞു ഇത് റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ റസൂലുകളും മനുഷ്യന്മാരാണ്, അള്ളാഹുവിന്റെ അടിമകളും സൃഷ്ടികളുമാണ്. അതിലാരും ദൈവമോ ദൈവപുത്രനോ ഒന്നുമില്ല, ദൈവത്തിന്റെ അംശമോ ഒന്നുമില്ല. എല്ലാ റസൂലുകളും മനുഷ്യന്മാർ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന് മാത്രം ഒരു പ്രത്യേകത ഇല്ലല്ലോ. പിന്നെ പറഞ്ഞത് അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വാക്കാണ്, കലിമത്താകുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു ഏതൊരു വസ്തുവിനെ കുറിച്ചും അത് ഉണ്ടാകൂ എന്ന് പറഞ്ഞാല് അപ്പൊ അത് ഉണ്ടാകുന്നു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഇതാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞാല് അപ്പോൾ അത് ഉണ്ടാകും. നമ്മൾ പഠിച്ചതാണത്. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണം ആദം അലൈഹി ഇസ്ലാമിന്റെ പോലെ തന്നെയാണെന്ന്. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് രൂപപ്പെടുത്തി, എന്നിട്ട് അതിനോട് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പോഴത് ഉണ്ടാകുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം മറിയം ബീവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പുരുഷന്റെ സ്പർശനം കൂടാതെ താനൊരു കുട്ടിയെ പ്രസവിക്കാൻ പോകുന്നു, അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പറഞ്ഞത്. മറിയം അലൈഹി സ്വലാം ചോദിക്കുന്നത്, എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? എന്നെ ആരും സ്പർശിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ സുഹൃത്തു മറിയത്തില് അള്ളാഹു അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അവിടെയും എന്താണ്? അള്ളാഹുവിന്റെ ഒരു വാക്കാണ്. ജിബ്രീൽ അലൈഹി സ്വലാം മറിയം അലൈഹി സ്വലാമിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ ഭയപ്പെടണ്ട, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞതായിട്ട് ബൈബിളിലും കാണും. ലൂക്കോസ് 1:30 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധാരണ പ്രകൃതിപരമായി സംഭവിക്കുന്ന പോലെയല്ല ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചത്, അല്ലെ? ഒരു പിതാവ് ഇല്ലാണ്ട് അള്ളാഹുവിന്റെ ഒരു വാക്ക് കൊണ്ടാണ് മറിയം അലൈഹി ഇസ്ലാമിന്റെ ഉദരത്തില് ഈ കുട്ടി വരണത്. പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? വറൂഹും മിൻഹു എന്ന് പറഞ്ഞു, അല്ലെ? അള്ളാഹുവിന്റെ നിന്നുള്ള ഒരു ആത്മാവാകുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് മലക്കുകളോട് പറയുന്നുണ്ട്, ഞാൻ അവന് രൂപം നൽകി ശരിപ്പെടുത്തുകയും അവനിൽ ഞാൻ എന്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്ത്, അപ്പോൾ നിങ്ങൾ അവന് സുജൂദ് ചെയ്യണം എന്ന്. സൂറത്ത് ഹിജ്ർ 29-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവിടെയും അള്ളാഹു ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സൂറത്ത് അംബിയായിൽ പറയുന്നുണ്ട്, മറിയം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്നും ഊതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ എന്നിൽ നിന്നുള്ള ഒരു ആത്മാവാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പുത്രനോ ഒന്നും ആവൂല. അങ്ങനെയാണെങ്കിൽ ആദം അലൈഹി ഇസ്ലാം അല്ലേ ആദ്യം ആവേണ്ടത്, അല്ലെ? ആദം അലൈഹി ഇസ്ലാമിനെ ആരും ദൈവമോ ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അംശമോ എന്നൊന്നും ആരും പറയണില്ല. അപ്പൊ എന്തുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന് മാത്രം അങ്ങനെ ഒരു ദിവ്യത്വം ലഭിച്ചു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ അള്ളാഹു പറയണ എന്താ? ആമിനു, അതിനാൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ആരിലാണ്? ബില്ലാഹി, അള്ളാഹുയിലും, വറുസുലിഹി, അവന്റെ റസൂലുകളിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. പിന്നെ പറയാണ് വല തഖൂലു സലാസ, നിങ്ങൾ പറയരുത്. ഖാല യഖൂലു തഖൂലു, നിങ്ങൾ പറയരുത്. സലാസ, മൂന്നെന്ന് നിങ്ങൾ പറയരുത്. മൂന്നെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മൂന്ന് ദൈവങ്ങൾ അല്ലെങ്കിൽ മൂന്നെണ്ണം ചേർന്ന ഒന്ന്, അല്ലെ? ട്രിനിറ്റി പറയരുത് എന്നാണ് അള്ളാഹു പറയണത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയണ ത്രിത്വ സിദ്ധാന്തം നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു തരുന്നത്. ഇൻതഹു ഖൈറൻ ലക്കും, ഇൻതഹ എന്താണ്? നിങ്ങൾ വിരമിക്കുക, ഈ പറയണ പരിപാടി നിർത്തുക. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ അള്ളാഹു പറയാണ്, ഇന്നമല്ലാഹു, നിശ്ചയമായും അള്ളാഹു മാത്രമാകുന്നു, ഇലാഹു വാഹിദ്, ഒരേ ഒരു ഇലാഹ്, നിങ്ങൾക്ക് ആരാധിക്കാൻ അർഹനായ ഒരേ ഒരു ഇലാഹേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമാണ്. സുബ്ഹാനഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്. അയ്യക്കൂനലഹു വലത്, അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്ന് നിങ്ങൾ പറയുന്നതിൽ നിന്നും എത്രയോ പരിശുദ്ധനാണ് അള്ളാഹു. ഒരു പുത്രനെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്സത്തിന് ചേർന്നതല്ല, അല്ലെ? അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് നിങ്ങൾ പറയുന്നതിൽ നിന്നെല്ലാം എന്നാണ് അള്ളാഹു പറയണത്. ഈസാ നബി അലൈഹി സ്വലാം ദൈവമോ ദൈവപുത്രനോ അല്ല, അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് നേരത്തെ നമുക്ക് പറഞ്ഞു തന്നു. ഇത് ആരാണ് ഈസാ നബി അലൈഹി സ്വലാം? അള്ളാഹുവിന്റെ റസൂലും അടിയാനും മാത്രമാകുന്നു എന്നാണ് അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞു, ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ലഹു അവൻ്റെതാണ്, മാ ഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളതും
വമാഫിൽ അർളി ഭൂമിയിലുള്ളതും. വകഫാ ബില്ലാഹി വക്കീല, കഫ എന്താണ്? മതിയായവനാണ്. ബില്ലാഹി അള്ളാഹു തന്നെ മതി. വക്കീല കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ വക്കീലായിട്ട് അള്ളാഹു തന്നെ മതി എന്നാണ് അള്ളാഹു പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിലപാട് എന്തായിരുന്നു എന്നാണ് പറയണത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഒരിക്കലും അള്ളാഹുവിന്റെ അടിമയായിരിക്കാൻ ഒരു വിഷമോ ഒരു വൈമനസ്യോ അദ്ദേഹം കാണിച്ചിട്ടില്ല. മലക്കുകളും അങ്ങനെ ഒരു വിഷമം കാണിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറയണത്. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു വൈമനസ്യം കാണിച്ചാൽ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് അഹങ്കാരം കാണിച്ച് മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവരറിഞ്ഞു വെച്ചോ, ഇവരെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്നാണ് അടുത്ത ആയത്തിൽ പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا. ലൻ യസ്തൻകിഫ, വൈമനസ്യം കാണിക്കുകയില്ല. ലന്ന് വെച്ചാൽ ഒരിക്കലും കാണിക്കുകയില്ല. അത് ഫ്യൂച്ചറിലോട്ടാണ് ആ ലന്ന് പോണത്. ഒരിക്കലും അതങ്ങനെ ഉണ്ടാവൂല എന്ന് കാണിക്കാനാണ് ലൻ ഉപയോഗിക്കണത്. ഇസ്തൻകഫ യസ്തൻകിഫു, അതാണ് അതിന്റെ മാളി മുളാരി. അൽ മസീഹു, മസീഹ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും വൈമനസ്യം കാണിക്കുകയില്ല. അയ്യക്കൂന, അദ്ദേഹം ആയിരിക്കുവാൻ, അബ്ദൻ ലില്ലാഹി, അള്ളാഹുവിന്റെ അടിമയായിരിക്കുവാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടക്കേട് അല്ലെങ്കിൽ വൈമനസ്യം കാണിക്കുകയില്ല. വലൽ മലായിക്കത്തു, മലക്കുകളും. എങ്ങനെയുള്ള മലക്കുകളാണ്? അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവരായ, അല്ലെ, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവരാണ് മലക്കുകൾ. അവരും അള്ളാഹുവിന്റെ അടിമയായിരിക്കുവാനായിട്ട് അവരും വൈമനസ്യം കാണിക്കുകയില്ല. ഇനി ആരെങ്കിലും കാണിച്ചാൽ എന്നാണ് അടുത്ത ഭാഗം പറയുന്നത്. വമയ്യസ്തൻകിഫ്, ഇനി ആരെങ്കിലും വൈമനസ്യം കാണിച്ചാൽ എന്തിനാണ്? അൻ ഇബാദത്തിഹി, അവനെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിന് ആരാധന നടത്തുവാൻ വൈമനസ്യം കാണിക്കുന്നവന്. വയസ്തക്ബിർ, ഇസ്തക്ബർ എന്താണ്? അഹങ്കാരം നടിക്കുക, അല്ലെങ്കിൽ അഹംഭാവം നടിക്കുക, അല്ലെ. അള്ളാഹുവിനെ ആരാധിക്കാൻ മടി കാണിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? അവൻ അഹങ്കാരിയാണെന്നുള്ളതാണല്ലോ. നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും, നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോകുന്ന അള്ളാഹുവിനോട് ആരാധന ചെയ്യുവാൻ മടി കാണിക്കുക എന്ന് വെച്ചാൽ അഹങ്കാരം കാണിക്കുക എന്നാണ്. അങ്ങനെ അഹംഭാവം നടിക്കുന്നവൻ ഫസയഹ്ശുറുഹും, അവരെ, ഹഷറ എന്താ? ഒരുമിച്ച് ചേർക്കുക. എന്നാൽ അവരെ ഒരുമിച്ച് ചേർക്കും. ഇലൈഹി, അവനിലേക്ക്, ജമിഅ, മുഴുവനായും തന്നെ എന്നാണ് അള്ളാഹു അവിടെ ഒരു താക്കീത് നൽകണം, അല്ലെ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിന്റെ അടിമയായിരിക്കാൻ യാതൊരു മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹം വൈമനസ്യം കാണിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളും അങ്ങനെ ഒരു വിഷമം കാണിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വൈമനസ്യം കാണിച്ചാൽ, അല്ലെങ്കിൽ അഹങ്കാരം നടിക്കുകയും ചെയ്താൽ, അവരെല്ലാവരെയും അവൻ ഒരുമിച്ച് ചേർക്കുന്നതാണ് എന്നാണ് ഈ ആയത്ത് പറഞ്ഞു തന്നത്. അടുത്ത ആയത്തിലും അള്ളാഹു ഇത് തന്നെയാണ് പറയണത്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇനി ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കാൻ വൈമനസ്യം കാണിച്ച് അഹങ്കാരം കാണിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹുവിടെ മുന്നറിയിപ്പ് നൽകണേ. എന്നിട്ട് പിന്നെ അള്ളാഹു പറയാണ്, അവർക്ക് അവിടെ അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായിയെയോ ഒരു കൈകാര്യകർത്താവിനെയോ ഒന്നും കണ്ടെത്താൻ പറ്റൂല. ഈ വൈമനസ്യം കാണിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു സഹായം ഉണ്ടാവില്ല എന്ന് അള്ളാഹു അവിടെ ഉറപ്പിച്ച് പറയാണ്. ആയത്ത് നമുക്ക് നോക്കാം. فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا. വളരെ ക്ലിയർ ആണ് ആയത്ത്, അധികം വിശദീകരണമൊന്നും വേണ്ട. ഫഅമ്മല്ലദീന ആമനു, എന്നാൽ അപ്പോൾ വിശ്വസിച്ചവർ, വിശ്വസിക്കുക മാത്രം പോരാ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. ഇത് എപ്പോഴും അള്ളാഹു പറയണതാണ്, അല്ലെ. ഇത് രണ്ടും കണക്ഷനാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇനി സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്താൽ പോരാ, വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെ. നല്ല കുറെ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം, അല്ലെ. അത് രണ്ടും കണക്റ്റഡ് ആണ്. അള്ളാഹു പറയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഫയുവഫീഹിം, വഫ എന്ന് വെച്ചാൽ എന്താ? പൂർണ്ണമായി നിറവേറ്റി കൊടുക്കും.
ഫയുവഫീഹിം അവർക്ക് അവൻ പൂർണ്ണമായി കൊടുക്കും. എന്താ കൊടുക്കണത്? ഉജൂറഹും അവരുടെ പ്രതിഫലങ്ങൾ, അവർ ഈ ചെയ്തതിനുള്ള പ്രതിഫലങ്ങൾ, റിവാർഡുകൾ അള്ളാഹു നൽകും. വയസീദുഹും സാദാന്ന് വെച്ചത് വർദ്ധിപ്പിച്ചു, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. മിം ഫദ്ലിഹി അവന്റെ അനുഗ്രഹത്തിൽ നിന്നും. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താല് അള്ളാഹു അവർക്ക് പ്രതിഫലങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. അതായത് പൂർണ്ണമായി ഒന്നിനും അള്ളാഹു ഒരു കുറവ് വരുത്തൂല. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനുള്ള മുഴുവൻ പ്രതിഫലവും അള്ളാഹു നൽകും. അത് മാത്രമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും. ഇനി അടുത്ത കാറ്റഗറി ആൾക്കാരെ കുറിച്ച് പറയാണ്. അമ്മല്ലദീന സ്തങ്കഫു, ഇനി വൈമനസ്യം കാണിച്ചു നിൽക്കുന്ന ആൾക്കാര്. അവര് എന്ത് ചെയ്യും? പിന്നെ വസ്തക്ബറു അഹംഭാവം നടിക്കുകയും ചെയ്തു. അല്ലെ, അഹങ്കാരികളാണ് അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കാൻ മടി കാണിച്ചു നിൽക്കണവര്. അങ്ങനെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർക്ക് ഫയുഅദ്ദിബുഹും അദാബ് എന്താണ്? ശിക്ഷ. എന്നാൽ അദ്ദിബുഹും അവരെ നാം ശിക്ഷിക്കും അദാബൻ അലീമ വേദനയേറിയ ശിക്ഷ. നല്ല വേദനയേറിയ ശിക്ഷയാണ് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. വലായജിദൂന വജദയാണ് വാക്ക് അല്ലെ. വലായജിദൂന അവർ കണ്ടെത്തുകയില്ല ലഹും അവർക്ക് മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹു അല്ലാണ്ട് വലിയൻ ഒരു കൈകാര്യകർത്താവും അല്ലെങ്കിൽ ഒരു രക്ഷാധികാരിയും അവർക്ക് അപ്പം ഉണ്ടാവൂല. വലാ നസീറ ഒരു സഹായിയും ഉണ്ടാവൂല. ഇവിടെ വെച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും സഹായിക്കാനും റെക്കമെൻഡേഷനും ഒക്കെ ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ശിക്ഷയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാളും തന്നെ സഹായിക്കാനോ ഒരാളും തന്നെ രക്ഷിക്കാനോ ഉണ്ടാവൂല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു വീണ്ടും ജനങ്ങളെ വിളിച്ചു പറയാണ്, ജനങ്ങളെ നിങ്ങൾക്ക് ഖണ്ഡിതമായൊരു രേഖ അല്ലെങ്കിൽ ഒരു തെളിവ്, കൃത്യമായൊരു തെളിവ് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു പ്രകാശവും സ്പഷ്ടമായ ഒരു പ്രകാശവും നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയണത്. അവിടെ അള്ളാഹു മുഴുവൻ ജനങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ ലാസ്റ്റത്തെ ആയത്തിൽ കണ്ടുല്ലേ, അവിടെയും അള്ളാഹു യാ യുഹന്നാസ് എന്നാണ് പറഞ്ഞത്. ഹേ ജനങ്ങളെ, നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു സത്യവുമായി, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും സത്യവുമായ ഒരു റസൂൽ വന്നിട്ടുണ്ടെന്ന് അള്ളാഹു ഒരിക്കലും സത്യവിശ്വാസികളെ വിളിച്ചിട്ടുന്ന അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ട് ഒന്നുമല്ല പറഞ്ഞത്, മുഴുവൻ ജനങ്ങളെയാണ്. യാ യുഹന്നാസ് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ദൂതനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്, ഹേ ജനങ്ങളെ, യാ യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഖദ് ജാഅക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഖദ് എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞൊരു സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യത്തിനെയാണ് ഖദ് പറയാ. തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്. ജാഅക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ബുർഹാനുൻ, ബുർഹാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവ്, ഖണ്ഡിത രേഖ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതിന് പണ്ഡിതന്മാര് വിശദീകരിച്ചു തരുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്, ഇപ്പൊ പണ്ടത്തെ ഓടിട്ട വീടുകൾ അല്ലെങ്കിൽ ഓട് മേഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ടാവൂലേ, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പകൽ നമുക്കൊരു സൂര്യപ്രകാശം ഇങ്ങനെ ഒരു റൗണ്ടിൽ നമുക്ക് ഇങ്ങനെ കാണാം. ആ കാണുമ്പോ ആ വെളിച്ചത്തിൽ എന്താ അവിടെയുള്ള എല്ലാ പൊടിപടലങ്ങളും വളരെ സൂക്ഷ്മമായത് വരെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതേസമയം ആ റൂമിൽ തന്നെ ആ ഒരു വെളിച്ചം ഇല്ലാണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഈ പൊടിപടലങ്ങളൊന്നും കാണാൻ പറ്റണില്ല അല്ലെ. അപ്പൊ ആ ഒരു വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു എന്താ ഓട്ട വെളിച്ചം എന്ന് പറയും, ഒരു ഓടിന്റെ ഇടയിൽ കൂടെ വരണ ആ ഒരു വെളിച്ചം, അതിനെയാണ് ബുർഹാൻ എന്ന് പറയുന്നത്. അതായത് അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു രേഖ മനുഷ്യരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് അത് വന്നിട്ടുള്ളത്? മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അൻസൽനാ നാം ഇറക്കുകയും ചെയ്തു, ഇലൈക്കും നിങ്ങൾക്ക്, നൂറം മുബീന സ്പഷ്ടമായ ഒരു പ്രകാശമാണ് നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയണത്. യാ അയ്യുഹൻ الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഖദ് ജാഅക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ബുർഹാനുൻ ഒരു തെളിവ്, ഒരു ഖണ്ഡിത രേഖ വന്നിട്ടുണ്ട്, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നും, വഅൻസൽനാ നാം ഇറക്കുകയും ചെയ്തു, ഇലൈക്കും നിങ്ങൾക്ക്, നൂറം മുബീന, നൂർന്ന് വെച്ചാൽ പ്രകാശം, മുബീന സ്പഷ്ടമായ, അപ്പൊ ഒരു സ്പഷ്ടമായ പ്രകാശം നിങ്ങൾക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്താല് അവരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലും കാരുണ്യത്തിലും അള്ളാഹു പ്രവേശിപ്പിക്കും, അവരെ നേരായ പാതയിലേക്ക് അള്ളാഹു നയിക്കും എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് യാതൊരു വിശദീകരണവും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അള്ളാഹു ഈ പറഞ്ഞത് തന്നെയാണ് പറയണത് അല്ലെ നമ്മുടെ അടുത്ത്. എന്താ, ജനങ്ങളെ നിങ്ങളൊന്ന് വിശ്വസിക്ക്, നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് ഞാൻ ഇറക്കി തന്നിട്ടുണ്ട്. അപ്പൊ വിശ്വസിച്ചവർക്ക് എന്തായാലും നല്ല പ്രതിഫലം ഉണ്ടാവും, അവിശ്വസിച്ചവർക്ക് വലിയ ശിക്ഷയും അള്ളാഹു തരും. അത്രയാണ് ഈ ഭാഗത്ത് പറയണുള്ളൂ അല്ലെ. നമുക്കൊന്ന് നോക്കാം.
فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم إليه صراطا مستقيما. ഫഅമ്മല്ലദീന എന്നാൽ യാതൊരു കൂട്ടർ ആമനു അവർ വിശ്വസിച്ചു, ബില്ലാഹി അള്ളാഹുവിൽ, വഅതസമു ഇഅ്തസമ എന്ന് വെച്ചാൽ മുറുകെ പിടിക്കുക, ബിഹി അതിനെ അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്താല് ഫസയുദ്ഖിലുഹും എന്നാൽ വഴിയെ നിങ്ങളെ പ്രവേശിപ്പിക്കും, ഫി റഹ്മത്തിൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കും, മിൻഹു അവനിൽ നിന്നുള്ള, വഫദ്ലി ഫദ്ൽ എന്താണ് അനുഗ്രഹം അല്ലെ, വയഹ്ദീഹിം അവരെ നയിക്കുകയും ചെയ്യും, ഇലൈഹി തന്റെ അടുക്കലേക്ക്, സിറാത്തം മുസ്തഖീമ ഒരു ചൊവ്വായ പാതയിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളൂ, അള്ളാഹു അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥത്തില് ആ വ്യക്തമായ തെളിവില് നിങ്ങൾ വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതിനെ മുറുകെ പിടിക്കുക അല്ലെ. വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് മുറുകെ പിടിക്കണം. ഏതൊക്കെ തന്നെ പ്രതിസന്ധികൾ വന്നാലും അള്ളാഹു പറഞ്ഞ വഴിയിൽ നിന്ന് വിട്ടുപോകൂല എന്നുള്ളൊരു ഉറപ്പ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു പറയാണ്, അള്ളാഹിന്റെ അനുഗ്രഹവും കാരുണ്യൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളെ നേരായ പാതയിലേക്ക് അള്ളാഹു നയിച്ചു തരും എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താ, വേദക്കാരെ വിളിച്ചുകൊണ്ടാണ്, നിങ്ങൾ ഒരിക്കലും അതിര് കവിയരുത് നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞു. വേദക്കാരെന്ന് പറയണത് ആരൊക്കെയാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. വേദക്കാര് അതിര് കവിഞ്ഞത് എങ്ങനെയാണ്? അവര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് കള്ളവാദിയാണ്, അല്ലെങ്കിൽ വ്യഭിചാര പുത്രനാണ്, അവര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ക്രൂശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുക ചെയ്തത് അല്ലെ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോ അവര് സ്നേഹം കൂടുതൽ കൊടുത്തിട്ട് എന്താ ദൈവവും ദൈവപുത്രനും ഒക്കെ ആക്കി മാറ്റി. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും അതിരുകവിച്ചിലാണ്. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള അതിരുകവിച്ചിലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്തത്, സത്യമല്ലാത്ത ഒന്നും പറഞ്ഞുണ്ടാക്കരുത് അല്ലെ. അള്ളാഹ്ക്ക് പുത്രൻ ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട് അല്ലെ, അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി ആരാണ് ഈസാ നബി അലൈഹി സ്വലാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വാക്കാണ് അല്ലെ. മറിയം അലൈഹി സ്വലാമിലേക്ക് ഇട്ടുകൊടുത്തൊരു വാക്കാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആത്മാവാകുന്നു എന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. മറിയമിന്റെ മകൻ ഈസായെ കുറിച്ച് ക്രിസ്ത്യാനികൾ അധിക പ്രസംഗം നടത്തിയതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് അധിക പ്രസംഗം നടത്തരുത്. നിശ്ചയമായും ഞാനൊരു അടിയാൻ മാത്രമാകുന്നു, അതുകൊണ്ട് എന്നെപ്പറ്റി അള്ളാഹുവിന്റെ അടിയാനും അവന്റെ റസൂലും എന്ന് പറഞ്ഞുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർ പറഞ്ഞ മാതിരിയൊന്നും നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, അള്ളാഹുവിലും വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റസൂലുകളിലും വിശ്വസിക്കുക. നിങ്ങൾ ഒരിക്കലും മൂന്നെന്ന് പറയരുത്, ത്രിയേകത്വം പറഞ്ഞു വരരുത്. അത് നിങ്ങൾ ആ പറയണ പരിപാടി നിങ്ങൾ നിർത്തിക്കോ എന്നാണ് പറഞ്ഞത്. ഇൻതഹു എന്നാണ്, നിങ്ങൾ അത് വിരമിക്കൂ അതിൽ നിന്നും, എന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്, അത് നിങ്ങൾക്ക് ഹൈറാണെന്ന് പറഞ്ഞു. നിശ്ചയമായും അള്ളാഹു മാത്രമാണ് ഏകനായ ഒരു ഇലാഹ് എന്ന് അള്ളാഹു പിന്നെ എടുത്ത് പറയാണ്. അള്ളാഹു എത്രയോ പരിശുദ്ധരാണ് നിങ്ങൾ പറയുന്നതിൽ നിന്നെല്ലാം അല്ലെ. അള്ളാഹു പുത്രൻ ഉണ്ട് എന്ന് പറയണേലൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധരാണ്. ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് യോജിച്ച ഒരു കാര്യമേ അല്ല. ഈ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിന്റെയാണ്. ഇനി പ്രത്യേകിച്ച് ഒരു പുത്രനെ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. വക്കീലായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടവനായി അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞു. ഇനി ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല അള്ളാഹുവിന്റെ അടിയാനായിരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറയാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിന് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിനോട് സാമീപ്യം ശ്രദ്ധിച്ച മലക്കുകൾക്കും അങ്ങനെ ഒരു മടിയില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു മടിയുണ്ട്, നിങ്ങൾ അങ്ങനെ മടിച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും എന്ന് അള്ളാഹു അവിടെ ഒരു താക്കീത് നൽകി അല്ലെ. ഇനി അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു അവരുടെ പൂർണ്ണമായ പ്രതിഫലം, അവർ പ്രവർത്തിച്ചതിനുള്ള പൂർണ്ണ പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും വൈമനസ്യം കാണിച്ച് മടി കാണിച്ച് നിൽക്കുകയാണ്, അഹങ്കാരം കാണിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താ, അവർക്ക് വേദനയേറിയ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സഹായിയെയോ ഒരു രക്ഷകനെയോ ഒന്നും അവിടെ നിങ്ങൾ കാണൂല എന്നും അള്ളാഹു പറഞ്ഞു അല്ലെ. ഇനി ഹേ ജനങ്ങളെ, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് റബ്ബിങ്കൽ നിന്നും. കൃത്യമായൊരു സ്പഷ്ടമായ പ്രകാശമാണ് നിങ്ങൾക്ക് ആ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അതിനെ മുറുകെ പിടിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും, ചൊവ്വായ പാതയിലേക്ക് നിങ്ങളെ നയിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്, വളരെ ക്ലിയർ ആണ് അല്ലേ ഈ പേജ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ആയത്തും കൂടി ഉള്ളൂ സൂറത്തു നിസാ തീരാനായിട്ട്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.